ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഘോഷയാത്ര കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചേട്ടനെ പൊക്കിയെടുത്ത് പോയിട്ടുണ്ട്. വ്ലോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല പോയത്, പക്ഷേ ഈ കുഞ്ഞു കൃഷ്ണന്മാരെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ആദപ്പനെ ഒരിക്കൽ കൃഷ്ണനായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചാ ഘട്ടത്തിൽ അവന്റെ തലയിലും കഴുത്തിലും ഒക്കെ വെക്കുന്നത് വെച്ച് വാഴിക്കത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ അടുത്ത കൊല്ലത്തേക്ക് ഒഴിഞ്ഞു മാറ്റി വെച്ചേക്കുവാണ്. കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃഷ്ണനാണ് ഈ വാക്കറിൽ വരുന്ന കൃഷ്ണൻ. വാക്കറിൽ പോയ കൃഷ്ണന് ശേഷം ഷൂസ് ഇടാൻ കഷ്ടപ്പെടുന്ന കൃഷ്ണനെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അങ്ങോട്ട് ഹൈടെക് ആയിട്ടുള്ള കൃഷ്ണന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. സൈക്കിളില്, കുതിരപ്പുറത്ത്, പോരാത്തിന് ജീപ്പിൽ വരെ വന്ന കൃഷ്ണന്മാരുണ്ടായിരുന്നു. ഒട്ടും പോരാഞ്ഞിട്ട് നടന്നോടി വരുന്ന കൃഷ്ണന്മാരും ഉണ്ട്, ഓടി വന്ന് റോഡിൽ വീണിട്ട് വീണ്ടും എണീറ്റ് നടക്കുന്നവരും ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഭജനകൾ ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കൾ തന്നെ കൃഷ്ണനും രാധയായിട്ട് വേഷം കെട്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കൃഷ്ണന്മാരുടെ ഇടയിൽ ഒരു പരമശിവനെ ഞാൻ കണ്ടത്. ശ്രീകൃഷ്ണ ജയന്തിയിൽ ശിവൻ എന്താ കാര്യമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. ഇത്രയും മാത്രമല്ല, ധാരാളം ഫ്ലോട്ടുകളും ഉണ്ടായിരുന്നു. കണ്ട് ആസ്വദിച്ചതൊക്കെ മതിയടി എന്ന് പറഞ്ഞത് എന്റെ ചെക്കൻ കരച്ചിൽ തുടങ്ങി. പിന്നെ അവനെ നുള്ളിപ്പറക്കിയെടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവാണ്.